ഹായ് വ്യൂവേഴ്സ്, ഇന്നേക്ക് ഞാൻ എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ നമ്മൾ ഈ റോസിൻ്റെയൊക്കെ ചെടി ഉണ്ടല്ലോ, ആ ചെടിക്ക് ഇടാൻ പറ്റിയ ഒരു തരം നല്ലൊരു വളമാണ് അപ്പോൾ ഞാൻ കാണിക്കാൻ പോണത്. അതെന്താണെന്ന് വെച്ചാൽ എല്ലാവർക്കും അറിയണ്ടാവുമായിരിക്കും, പക്ഷെ ഞാനത് ഒന്നും കൂടി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരികയാണ്. ഇത് നമ്മളെ കോഴിമുട്ടയുടെ തോട് എന്ന് പറഞ്ഞാൽ നമ്മൾ പുഴുങ്ങിയ മുട്ടയുടെ തോട് എടുത്തിട്ടില്ല കേട്ടോ. ഇത് നമ്മൾ എടുക്കുന്നത് നമ്മൾ ഓംപ്ലേറ്റിന് ഉപയോഗിക്കില്ലേ, ആ മുട്ടയുടെ തോടാണിത്. ഇത് ഞാൻ നന്നായിട്ട് വെയിലത്തിട്ട് ഉണക്കി വെച്ചിട്ടുണ്ട്. ഇത് നമ്മളെ ചായപ്പൊടി ഞാൻ എന്ത് ചെയ്യുമെന്ന് വെച്ചെങ്കിൽ നമ്മൾ ചായ വെച്ച് കഴിഞ്ഞ് ലാസ്റ്റ് വടി കെട്ടി നന്നായിട്ട് കഴുകിയിട്ട് ആ ചായപ്പൊടി ഞാൻ നന്നായിട്ട് കണ്ടാൽ നിങ്ങൾക്ക് അറിയണം, നല്ല ഉണക്കി റെഡിയാക്കി വെച്ചതാണ്. ഇനി ഇതെങ്ങനെ നമ്മൾ റോസ്റ്റ് ചോട്ടിലേക്ക് ഇട്ട് കൊടുക്കുക എന്നുള്ളത് ഞാൻ കാണിക്കാം. അതിന് മുന്നേ ഈ മുട്ടയുടെ തോടിനെ നമുക്ക് നന്നായിട്ടൊന്ന് പൊടിക്കാം. മിക്സിയിൽ ജാറിലിട്ടൊന്ന് പൊടിച്ചെടുക്കാം. അതിന് വേണ്ടി ഞാനൊരു മിക്സിയിൽ ജാർ എടുത്തിരിക്കുകയാണ്. ഈ മുട്ടയുടെ തോട് ഞാൻ വിരിച്ചിടുകയാണ്. അപ്പോൾ ഈ മുട്ടയുടെ തോട് നന്നായിട്ട് ഞാൻ പൊടിച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇത് ഞാൻ ഈ തീത്തോളിൻ്റെ കൂടെ ഇടുകയാണ്, ചായപ്പൊടിയുടെ ചണ്ടിയുടെ കൂടെ ഇടുകയാണ്. ഇനി ഇത് നന്നായിട്ട് ഇത് കൂടെ മിക്സ് ചെയ്യണം. കൈ വെച്ച് മിക്സ് ചെയ്തുകൊണ്ട് ഇത് ഇടുന്നതുകൊണ്ട് ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മളെ റോസ് അങ്ങനെ നിറയെ പൂവുണ്ടാവും. റോസിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു വളമാണത്ര ഇത്. അപ്പോൾ ഇത് റോസിന് നിറയെ പൂവുണ്ടാകാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇത് ഞാൻ കാണിക്കണത്. ഇനി ഇത് എങ്ങനെയാണ് നമ്മൾ ചെടിയുടെ ചുവട്ടിൽ ഇടണം എന്നുള്ളത് കാണിച്ചു തരാം. ഇപ്പോൾ ഞാൻ ഈ റോസിൻ്റെ ഈ ചെടി കണ്ടില്ലേ, ഈ ചെടിയുടെ ചുവട്ടിലാണ് ഇട്ടെടുക്കാൻ പോകുന്നത്. ഇതെങ്ങനെ ഇട്ട് കൊടുക്കണമെന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു സൈഡിൽ ഇങ്ങനെ ഒരു മണ്ണ് കുറച്ച് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് എടുത്തിട്ടിട്ട് അതിൻ്റെ ഉള്ളിൽ വേണം ഇതിങ്ങനെ ഇട്ട് കൊടുക്കാൻ. ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് നിങ്ങൾ ഇതേമാതിരി മണ്ണിട്ടിട്ട് മൂടണം. അപ്പോൾ അത് വേഗം റോസിന് പിടിക്കും. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ പറയണത്. ഈ സൈഡ് ഇട്ട് കൊടുക്കുക, കുറച്ചിട്ട് കൊടുത്താൽ മതി. കണ്ടു, രണ്ടും കൂടി ഇതേപോലെ മണ്ണിട്ടിട്ട് മൂടുക. മറ്റേ വേറെ റോസിനിട്ട് കൊടുക്കുക നമുക്ക് കുറച്ച്. ഇപ്പോൾ ഈ റോസിൻ്റെ ഇടയിൽ ഞാൻ ഇട്ട് കൊടുക്കാൻ പോകണം. അതിന് വേണ്ടിയിട്ട് ഞാൻ റോസിൻ്റെ സൈഡ് ഒന്നിങ്ങനെ ചിക്കി എടുക്കുകയാണ്. മണ്ണ് നന്നായിട്ട് ചിക്കിയിട്ട് ഞാൻ അതിലേക്ക് കൊട്ടിയിട്ട് കൊടുക്കുകയാണ്. അതെ, ഇനി ഇതേപോലെ പഴയ പോലെ തന്നെ മണ്ണ് അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുത്താൽ മതി. അതായത് മണ്ണിന് പെട്ടെന്ന് ചേർന്നിട്ട് റോസിന് നല്ല പിടിച്ചോളും. ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇട്ട് കൊടുക്കാറുണ്ട് ഇങ്ങനെ, അതുകൊണ്ടാണ് നല്ല പൂ കണ്ടില്ലേ. അപ്പോൾ ഇത്രയും നമ്മളെ വീഡിയോ നോക്കി. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിട്ടെങ്കിൽ ഒരു ലൈക്ക്, സബ്സ്ക്രൈബൊക്കെ ചെയ്യണം, ഷെയറൊക്കെ ചെയ്യണം, ഒന്ന് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ വീഡിയോ നിർത്തുകയാണ്. ഓക്കെ, ബൈ, താങ്ക് യു.